അതെന്താ അങ്ങനെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയല്ലേ, അത് കോൺഗ്രസിനെതിരായിട്ട് ബി ജെ പിക്ക് എതിരെ വിമർശിക്കാൻ പറ്റും. അഴിമതി ആരോപണം വന്നിട്ടുണ്ട്. ദല്ലാൽ നന്ദകുമാർ അത് ഞാൻ കേട്ടു. അല്ലെങ്കിൽ ഞാനെന്ത് മറുപടി പറയും? ഞാനെന്തിനാണ് മറുപടി പറയും? അനിലാണെങ്കിൽ ഞാനെന്തിനും മറുപടി പറയും? ആ ചോദ്യം അങ്ങനെ ചോദിക്കില്ല. നിങ്ങൾ എന്തിനാണ് അനിൽ ആന്റണിയെ മുമ്പിൽ നിർത്തിയിട്ട് AK ആന്റണിയുടെ ഹൃദയം മുറിപ്പെടുത്തുന്നത്? അതിന് ഞാൻ ഒരു കോൺഗ്രസ്സുകാരും കേരളത്തിൽ തയ്യാറാവില്ല. അദ്ദേഹത്തെ വേദനിപ്പിക്കാനും അദ്ദേഹത്തെ വിഷമിപ്പിക്കാനുള്ള ഒരു വാചകവും കേരളത്തിൽ ഒരു കോൺഗ്രസ്സുകാരും പറയില്ല. ഞങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയിട്ടുള്ള നേതാവാണ് AK ആന്റണി. അതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാത്തത്. അദ്ദേഹത്തിന്റെ പിതാവിനെ ശരിക്കും വേദനിപ്പിച്ച അദ്ദേഹമല്ലേ? കാരണം കോൺഗ്രസ്സുകാർ ചന്ദ്രനെ നോക്കി കുറയ്ക്കുന്ന പട്ടികളാണെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പിതാവ് പോലും കോൺഗ്രസ്സുകാരനല്ലേ? ഞാൻ അദ്ദേഹത്തോട് മറുപടി പറയേണ്ട ആളല്ലല്ലോ, ഞാനല്ലോ മറുപടി പറയാൻ. അതൊക്കെ വേണ്ടപ്പെട്ട ഒരു മറുപടി പറഞ്ഞു. എല്ലാ ദിവസവും എന്തെങ്കിലും പറയണമല്ലോ. ഇതിനൊക്കെ കൃത്യമായ മറുപടി പറയുന്നുണ്ട്. അദ്ദേഹം എന്നോട് ഏത് ചോദ്യം ചോദിച്ചു, ഏത് ചോദ്യത്തിന് ഞാൻ മറുപടി കൊടുത്തു നേരിട്ട്. മുഖ്യമന്ത്രിക്കുള്ള ഒരു പ്രശ്നം എന്താണെന്ന് ഇതൊന്നും മുഖ്യമന്ത്രി അറിയുന്നില്ല. മുഖ്യമന്ത്രി ദേശാഭിമാനി കൈകളിൽ മാത്രം വായിക്കുള്ളൂ. ഞാൻ അദ്ദേഹത്തോടുള്ള എൻ്റെ ഒരു റിക്വസ്റ്റ്, ഉപദേശിക്കാനൊന്നും പറ്റില്ലല്ലോ, എൻ്റെ ഒരു അഭ്യർത്ഥന, മുഖ്യധാരാ മാധ്യമങ്ങൾ കൂടി അദ്ദേഹം കാണണം, വായിക്കണം. മറ്റത് കണ്ടല്ല മനസ്സിലാവോ രാജ്യത്ത് എന്താ നടക്കണേന്ന്, ലോകത്ത് എന്താ നടക്കണേന്ന്. അതിന്റെ ഒരു കുറവുകൾ അദ്ദേഹത്തിന്. ആ സ്ഥലത്തിന്റെ പവിത്രത നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അതിന് K മുരളീധരൻ മറുപടി പറയുന്നുണ്ട്, ഞാനൊന്നും പറയുന്നില്ല. ഞങ്ങളുടെ പ്രചരണം ഞങ്ങൾ പല രീതിയിൽ ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാവുന്ന സ്ഥലത്ത് നിയന്ത്രിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്ത് ഇന്ത്യ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ മുഖ്യ പ്രതിപക്ഷ പ്രസ്ഥാനത്തിന്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കുക. പക്ഷേ ഞങ്ങളെ വിസ്മയിപ്പിച്ചത് സാധാരണക്കാർ, പാവങ്ങൾ വീടുകൾ കയറുമ്പോൾ 50 രൂപ, 100 രൂപ, 500 രൂപ ഒക്കെ തന്നെ ഞങ്ങളെ സഹായിക്കുകയാണ് നല്ല രീതിയിൽ. ഈ പ്രാവശ്യം ആ പാവപ്പെട്ടവന്റെ വോട്ട് കൊണ്ട് ഞങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. ഞങ്ങളെ അക്കൗണ്ട് ഫ്രീസ് ചെയ്ത് ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല. പാവപ്പെട്ടവരുടെയും സാധാരണക്കാരുടെയും പിന്തുണയും ഞങ്ങളുടെ പ്രചരണം ഒന്ന് കുറഞ്ഞു പോയാൽ, ഞങ്ങളുടെ മതിലെഴുത്തൊന്ന് കുറഞ്ഞാൽ, ഞങ്ങളുടെ പോസ്റ്ററിന്റെ എണ്ണം കുറഞ്ഞാൽ, ഞങ്ങളുടെ ബോർഡിന്റെ എണ്ണം കുറഞ്ഞാൽ, ഞങ്ങളുടെ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് സാധാരണ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങളിൽ ഞങ്ങളൊന്ന് കുറഞ്ഞാൽ ഇവിടെ വോട്ടർമാർക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് അത് കുറയുന്നത്. അതുകൂടി ഞങ്ങൾക്ക് അനുകൂലമായി മാറും.